ഞങ്ങൾ മയക്കുമരുന്ന് ഉപയോഗിച്ചു പോയാൽ, ഞങ്ങൾ തോന്നിവാസം കാണിച്ചാൽ അല്ലാഹു കാണുന്നുണ്ട്. അതോടൊപ്പം ഞങ്ങളെ ഏറ്റവും ഇഷ്ടം വെക്കുന്ന, ഞങ്ങൾ ഏറ്റവും ഇഷ്ടം വെക്കേണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ഈ ചെയ്യുന്ന മോശത്തരം കണ്ടാൽ തങ്ങൾക്ക് വേദനിച്ചു പോകുമല്ലോ എന്ന ഒരു ചിന്ത ഒരു വിശ്വാസിയുടെ മനസ്സിൽ വേണം. ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു, അല്ലാഹുവും റസൂലും നിങ്ങളുടെ പ്രവൃത്തികൾ കാണുന്നുണ്ട്. എന്റെ ഈമാനുള്ള ചെറുപ്പക്കാരോട് പറയാനുള്ളത്, നമ്മുടെ എല്ലാ പ്രവർത്തന മേഖലയിലും നമ്മുടെ മനസ്സിൽ വരേണ്ട ചിന്ത ഇതാണ്: എന്നെ സ്വർഗത്തിലേക്ക് വിളിക്കാൻ വേണ്ടി വന്ന, ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം വെക്കേണ്ട, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എന്റെ ഹബീബായ തങ്ങൾ എന്റെ ഈ പ്രവൃത്തി കണ്ടാൽ, ഈ ഒരു ആലോചന വേണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നിൽ നിസ്കരിക്കുന്ന സ്വഹാബത്തിനോട് പറഞ്ഞു, ഞാൻ നിങ്ങൾ എന്റെ പിന്നിലാണെങ്കിലും ഞാൻ നിങ്ങളെ കാണുന്നുണ്ട്. അപ്പ സ്വഹാബത്ത് നന്നായി ഒന്നുകൂടി, ഞാൻ നിങ്ങളെ കാണുന്നുണ്ട്. ഞാൻ മുന്നോട്ട് തിരിഞ്ഞു നിൽക്കുന്ന ഇമാമാണെങ്കിലും പിന്നിലുള്ള നിങ്ങളെ ഞാൻ കാണുന്നുണ്ട്. അപ്പ സ്വഹാബത്തിന്റെ ഈമാൻ വർദ്ധിച്ചു, അവരുടെ ഇബാദത്തിലെ ചിട്ട വർദ്ധിച്ചു. എന്നതുപോലെ നമ്മുടെ ഈമാൻ വർദ്ധിക്കണം. നമ്മളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്നുണ്ട്, നമ്മുടെ പ്രവൃത്തികൾ തങ്ങൾ അറിയുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞത് മുഴുവനും ഖുർആനിന്റെയും ഹദീസിന്റെയും ആശയങ്ങളാണ്. ആരും തെറ്റിദ്ധരിച്ചു പോകണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ അറിയുന്നുണ്ട്, അത് ഖുർആൻ പറഞ്ഞതാണ്. ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു, അല്ലാഹുവും റസൂലും നിങ്ങളുടെ പ്രവൃത്തികൾ കാണുന്നുണ്ട്. അങ്ങനെ നിങ്ങളുടെ പ്രവൃത്തി തങ്ങൾ കാണുമ്പോൾ നല്ല കാര്യമാണോ നിങ്ങൾ ചെയ്യുന്നത്, തങ്ങൾക്ക് സന്തോഷമാണ്, അപ്പോൾ അല്ലാഹുവിനെ സ്തുതിക്കും. മോശമായ കാര്യമാണോ കാണുന്നത്, തങ്ങൾക്ക് വേദനയാണ്, അപ്പൊ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടും. വേദനയാണ് തങ്ങൾക്ക്. ഇസ്തിഗ്ഫാർ വരുന്നത് വേദനിക്കുന്ന ഖൽബിൽ നിന്നാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും സാക്ഷിയാണ്. ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു, ആ ഹബീബായ തങ്ങളെ ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ, നിങ്ങൾക്ക് സുവിശേഷം അറിയിക്കാൻ വേണ്ടി വന്ന നേതാവാണ്. നിങ്ങൾക്ക് സുവിശേഷം അറിയിക്കാൻ വേണ്ടി വന്ന നേതാവാണ്. എന്താണ് നിങ്ങൾക്കുള്ള സുവിശേഷം? അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല വഴിയും ചീത്ത വഴിയും വേർതിരിച്ചു മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ, നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലാഹുവിനെ നന്ദി ചെയ്ത് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കാം. വ ഇമ്മാ കഫൂറാ, അല്ലെങ്കിൽ സത്യനിഷേധികളായി നിങ്ങൾക്ക് ജീവിക്കാം. പക്ഷേ ഒരു കാര്യമുണ്ട്, അല്ലാഹുവിനെ മറന്നുകൊണ്ട് നിങ്ങൾ ജീവിച്ചാൽ, അല്ലാഹുവിനെ ഓർക്കാതെ നിങ്ങൾ ജീവിച്ചാൽ, ഇന്നാ അഅ്തദ്നാ ലിൽ കാഫിരീന സലാസില വഅഗ്ലാലൻ വസഈറാ, അല്ലാഹുവിനെ നിഷേധിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കത്തിയാളുന്ന നരകമാണ് ഒരുക്കി വച്ചിരിക്കുന്നത്. കുടുക്ക് ചങ്ങലകളാണ് വച്ചിരിക്കുന്നത്, വിലങ്ങുകളാണ് വച്ചിരിക്കുന്നത്. അല്ലാഹുവിനെ ഓർക്കാത്ത ആളുകൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന വലിയ ശിക്ഷകളാണ്. അതിൽ നിങ്ങൾ വീണു പോവല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, നിങ്ങൾ നല്ലവരായി ജീവിക്കണം, തഖ്വയോടെ ജീവിക്കണം. താൽക്കാലികമായി ലോകത്ത് നിങ്ങൾ കടിപിടി കൂടിയിട്ട് ബഹളമുണ്ടാക്കരുത്, കക്ഷി തിരിഞ്ഞിട്ട് ചീത്ത പറയരുത്, ആളുകളുടെ രഹസ്യങ്ങൾ തേടി ഇറങ്ങരുത്. സോഷ്യൽ മീഡിയയിലൂടെയാണെങ്കിലും ഒരാളെയും കളിയാക്കരുത്, ഒരാളുടെയും മോശത്തരം തേടി നടക്കരുത്, ഒരാളുടെ തെറ്റും പ്രചരിപ്പിക്കരുത്. സ്വന്തം ചെയ്യുന്ന തെറ്റും നിങ്ങൾ വിളിച്ചു പറയാൻ പാടില്ല, അത് മറ്റൊരു തെറ്റാണ്.
ഒരാൾ മദ്യപിച്ചു, അത് മാരകമായ തെറ്റാണ്. മദ്യപിച്ച വിവരം മറ്റൊരാളോട് പറഞ്ഞു, അത് വേറൊരു തെറ്റാണ്. ഒരാൾ വ്യഭിചരിച്ചു, അത് വളരെ നികൃഷ്ടമായ തെറ്റാണ്. മറ്റൊരാളോടത് വിളിച്ചു പറഞ്ഞു, അത് മറ്റൊരു തെറ്റാണ്. അതുകൊണ്ട് തെറ്റുകൾ ചെയ്യുന്നത് പോലെ തന്നെ അത് പ്രചരിപ്പിക്കുന്നതും മോശമാണ്. ഒരാളുടെ രഹസ്യം അന്വേഷിക്കാൻ അല്ലാഹു തആല നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. എന്റെ കാര്യം ഞാൻ ആലോചിക്കണം. പഠിച്ചവനെ, ഞാൻ അള്ളാഹുവിനെ അനുസരിക്കുന്നുണ്ടോ? ഞാൻ അള്ളാഹുവിനെ കുറിച്ച് വേണ്ടതുപോലെ നല്ല ചിന്തയിലാണോ? അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ എന്നെ കുറിച്ച് ആലോചിക്കണം. അല്ലാതെ മറ്റൊരാൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കി നടന്ന് അയാളുടെ ന്യൂനത പിടിച്ച്, അയാളുടെ കുറവ് കണ്ട്, അയാളുടെ കുറ്റം കണ്ട് അയാളെ ആക്ഷേപിക്കാനും മാനം കെടുത്താനും നടക്കാൻ ഒരാളെയും അല്ലാഹു തആല ഏൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ആരും അങ്ങനെ ചെയ്യരുത്. സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഗീബത്ത് തെറ്റാണ്, പരദൂഷണം ആണ്. തെറ്റുകുറ്റങ്ങളിൽ വീണുപോകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര വലിയ തന്ത്രങ്ങളാണ് ലോകത്ത് വെച്ചിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നമ്മളിപ്പോൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ഒപ്പിട്ട് വിടുകയാണ്. 1 കോടി ജനങ്ങൾ ഇവിടെയുണ്ടെങ്കിൽ ആ 1 കോടി ജനങ്ങളുടെയും തമ്പ് അല്ലാഹു തആല വ്യത്യസ്തമാക്കി വെച്ചില്ലേ? എന്റെ കൈമുദ്രയല്ല നിങ്ങളുടേത്. ഇവിടെയുള്ള ഒരാളുടെയും കൈപ്പടയോട് മറ്റൊരാളുടെ തമ്പ് ഇംപ്രഷൻ സമാനമാകുന്നില്ല. ഈ ചെറിയ ഒരു ഏരിയയിൽ കോടാനകോടി ജനങ്ങൾക്ക് വ്യത്യാസം വെച്ചവൻ ആരാണ്? ഹക്കീമായ റബ്ബ് തന്നെ. ആ അല്ലാഹുവിന് നമുക്ക് ഭയമുണ്ടാകണം. നമ്മൾ ഇന്ന് മൊബൈൽ സ്ക്രീനിൽ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് എന്ന് രേഖപ്പെടുത്തി വിടുകയാണ്. അതാ വാട്സപ്പിൽ സ്ക്രോൾ ചെയ്യുമ്പോഴും, ഫേസ്ബുക്കിൽ ടച്ച് ചെയ്യുമ്പോഴും, ഇമെയിലിൽ സെൻഡ് ബട്ടൺ അമർത്തുമ്പോഴും എല്ലാം നീ തന്നെയാണ് എന്നതിലേക്ക് നീ ഒപ്പിട്ട് വിടുകയാണ്. മാറ്റിമറിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സംവിധാനം എത്ര വലുതാണ് സഹോദരാ. സാധാരണ നമ്മൾ എയർപോർട്ടുകളിൽ ചെല്ലുമ്പോൾ ഐ സ്കാൻ ചെയ്യാറുണ്ട്. എന്നാൽ ഈ ഐ സ്കാൻ ഒരാൾ മരണപ്പെടുന്നതോടുകൂടി അതിന് വാല്യൂ ഇല്ല. മരിച്ചു കിടക്കുന്ന ഒരാളുടെ ഐ സ്കാൻ എടുത്താൽ അയാൾ ഇന്നയാളാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയില്ല. മരിക്കുന്നതോടെ അയാളുടെ കണ്ണിന്റെ ഒരു പ്രത്യേകമായ ഒരു ലൈറ്റ് നഷ്ടപ്പെട്ടു പോകുന്നു. പിന്നെ ഐഡന്റിഫിക്കേഷൻ സാധ്യമല്ല. ഒരാൾ മരണപ്പെട്ടിട്ട് 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ തമ്പ് ഇംപ്രഷൻ എടുത്തിട്ട് കാര്യമില്ല. അതിന്റെ പവർ നഷ്ടപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, മിനായിൽ ദുരന്തത്തിൽ കുറെ ആളുകൾ മരണപ്പെട്ടു പോയി. ആദ്യ 2-3 ദിവസങ്ങളിലൊക്കെ വേഗം ആളുകളുടെ ഫോട്ടോ വന്നു. പിന്നെ ഫോട്ടോ വരുന്നില്ല. കാരണം എന്താണ്? മരണപ്പെട്ട് കിടക്കുന്ന ആളുടെ തമ്പ് ഇംപ്രഷൻ 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ അയാളുടെ തമ്പെടുത്തിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയില്ല. പിന്നെ ഒന്നേ ബാക്കിയുള്ളൂ, DNA ടെസ്റ്റ് മാത്രമേ ഉള്ളൂ. അതിന് DNA സാമ്പിളുകൾ വേണം. ആ സാമ്പിൾ വേണമെങ്കിൽ ഉപ്പ വഴി ബന്ധമുള്ളതാകണം, അല്ലെങ്കിൽ റഹിം വഴി ബന്ധമുള്ളതാകണം. രണ്ടാമതൊരു ബന്ധം വേണം. ഭർത്താവിൻ്റെത് കൊണ്ടാവില്ല. എന്റെ ഭാര്യയുടെ ശരീരം ഐഡന്റിഫൈ ചെയ്യാൻ എന്റെ DNA കൊണ്ട് സാധ്യമല്ല. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. അങ്ങനെ അവിടെ മരണപ്പെട്ടു പോയ ആളുകൾ ഉണ്ടോ എന്നറിയാൻ ഇവിടുന്ന് മക്കളുടെ DNA സാമ്പിളുകൾ അയച്ചു കൊടുത്തിട്ടാണ് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഹജ്ജിന് വന്ന സുൽഫീഖർ നഈമി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, നല്ലൊരു ആലിം, ഒരു ദാഇ, ആ ദുരന്തത്തിൽ മരണപ്പെട്ടു പോയി. ഞങ്ങൾ ആ ജനാസ ഏറ്റുവാങ്ങാൻ വേണ്ടി മുഐസിലിലെ ജനാസകൾ സമാഹരിച്ചു വെച്ചിട്ടുള്ള സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇന്നാ ലില്ലാഹ് 10-12 ലോറികളിൽ 100 കണക്കിന് മനുഷ്യ ശരീരങ്ങൾ
സാധാരണ മീൻ മാർക്കറ്റിൽ നാഷണൽ പെർമിറ്റ് ലോറി കൊണ്ടുവന്ന് നിർത്തിയതുപോലെ മനുഷ്യന്മാരുടെ ശരീരം കൊണ്ടുവന്ന് നിർത്തിയിട്ടിരിക്കുകയാണ്. വലിയ ഫ്രീസർ ലോറികളാണ്. അതിൽ നിന്ന് ജനാസ എടുത്ത് പുറത്തിറക്കാൻ കഴിയൂല. പുറത്തിറക്കിയാൽ വെക്കണമെങ്കിൽ വേറെ ഫ്രീസർ വേണം. അവിടെ 400 ഫ്രീസർ കപ്പാസിറ്റി ഉള്ളൂ. മക്കയിലെ ഹോസ്പിറ്റലിൽ 100 കണക്കിനേ ഉള്ളൂ. അസീസിയയിലും 100 കണക്കിനേ ഉള്ളൂ. ത്വായിഫിലും ജിദ്ദയിലും എല്ലാം ഉള്ളത് ഉപയോഗിച്ചാലും ഈ മുഴുവൻ ജനാസയും വെക്കാൻ സ്ഥലം ഇല്ല. അതുകൊണ്ട് ആ ലോറിയിൽ തന്നെ വെച്ചിരുന്നു. ഓരോ ഫ്രീസർ ഒഴിവാകുന്നതിനനുസരിച്ചാണ് ജനാസ ഇറക്കിയത്. ലോറിയിൽ നിന്ന് ജനാസകൾ എടുത്തു കിടത്തുന്ന സ്ഥലത്ത് ഒരു ഹെൽത്ത് ഓഫീസറുടെ കൂടെ കയറി കണ്ടപ്പോ പഠിച്ചവനെ കാണേണ്ടിയില്ലായിരുന്നു എന്ന് പിന്നെ ഒരുപാട് പ്രാവശ്യം ചിന്തിച്ചു പോയി. അന്ന് കിടന്നിട്ട് ഉറക്കു വരുന്നില്ല. ആ രംഗം കണ്ണിൽ നിന്ന് മാറുന്നില്ല. അള്ളാഹു മറവി എന്നത് മനുഷ്യന് വെച്ചിരുന്നില്ലെങ്കിൽ ഉറങ്ങാൻ കഴിയാത്ത രംഗാണത്. ഞാനിപ്പോഴത് വിശദീകരിക്കുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞ സുൽഫീഖർ നഈമി എന്ന ചെറുപ്പക്കാരന്റെ ഉമ്മ 1 മാസം കഴിഞ്ഞിട്ടാണ് ആ ജനാസ ഐഡന്റിഫൈ ചെയ്തത്. നാട്ടിൽ നിന്ന് മറ്റൊരു മകന്റെ DNA സാമ്പിൾ അയച്ചു കൊടുത്തിട്ടാണ് തിരിച്ചറിഞ്ഞ് അവിടെ തന്നെ 2 പേരുടെയും ജനാസ അടക്കി. അള്ളാഹു അവരുടെയൊക്കെ ഖബർ സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. നമുക്കും അള്ളാഹു പുറത്തു തരട്ടെ. നിങ്ങൾ ആലോചിച്ചു നോക്കണം, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണിതെല്ലാം. ഇത് ചിന്തിക്കാനുള്ള ഖൽബ് വേണം. ഞാൻ പറഞ്ഞു വന്നത് 2 വഴികളും നമ്മുടെ മുമ്പിൽ വ്യക്തമാണ്. അതുകൊണ്ട് അള്ളാഹുവിന് പൊരുത്തമുള്ള വഴിയിൽ മാത്രം ജീവിക്കണം. വാട്സപ്പിലൂടെ ആരെയും ആക്ഷേപിക്കാം എന്ന് ചിന്തിക്കരുത്. സോഷ്യൽ മീഡിയയിലൂടെ ആരെയും കുറ്റം പറയാം എന്ന് ചിന്തിക്കരുത്. ഒരാളുടെയും ഇഷ്ടമില്ലാത്ത ഫോട്ടോ പ്രചരിപ്പിക്കാൻ പാടില്ല. ഒരാൾ ഉറങ്ങുന്ന ഫോട്ടോ എടുത്തിട്ട് അയാൾക്ക് ഇഷ്ടമില്ല, അതിങ്ങനെ പ്രചരിപ്പിക്കുകയാണ്, ഷെയർ ചെയ്യാണ്. ഒരാള് ഭക്ഷണം കഴിക്കുമ്പോ ചിലപ്പോ ഭംഗിയില്ലാത്ത രൂപങ്ങളൊക്കെ ഉണ്ടാവും, അതെല്ലാം എടുത്ത് പ്രചരിപ്പിക്കുക. അങ്ങനെ ചെയ്യാനും പാടില്ല. അങ്ങനെ നമ്മൾ ആളുകൾക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്യാൻ പാടില്ല. ഉസ്താദ് ഇൻഷാ അല്ലാഹ് ഇങ്ങോട്ട് തന്നെ വരും. അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും സിഹത്തും എല്ലാം നമ്മുടെ എല്ലാ ഉലമാക്കൾക്കും അള്ളാഹു തആല നൽകുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ അറിയണം, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് 2 വഴി കാണിച്ചു തന്നു. ഇന്നാ അർസൽനാക ഷാഹിദൻ വ മുബശ്ശിറൻ വ നദീറാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ പ്രവൃത്തികൾക്ക് സാക്ഷിയാണ്. വ മുബശ്ശിറൻ, സ്വർഗത്തിലേക്ക് നമ്മളെ വഴി കാണിച്ചു തരുന്ന, സുവിശേഷം അറിയിക്കുന്ന നേതാവാണ്. നല്ലതു ചെയ്താൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് പഠിപ്പിച്ചു തരാൻ, നമ്മെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കാൻ. അവിടുന്ന് പറഞ്ഞു, നിങ്ങളെല്ലാം സ്വർഗത്തിൽ കടക്കും, ഇല്ലാമൻ അബാ, സ്വർഗം വേണ്ടാന്ന് വെച്ചവർ ഒഴികെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചു, അല്ല, സ്വർഗം വേണ്ടാന്ന് ആരാണ് വെക്കുക നബിയേ? ആരെങ്കിലും സ്വർഗം വേണ്ടാന്ന് പറയുമോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞത്, മൻ അത്വാഅനി ദഖലൽ ജന്ന, ആരെങ്കിലും എന്നെ അനുസരിച്ചാൽ, എന്റെ ചര്യകൾ പിൻപറ്റിയാൽ അവർ സ്വർഗത്തിലാണ്. വമൻ അസ്വാനി, ആരെങ്കിലും എന്റെ സുന്നത്തുകൾക്കനുസരിച്ചല്ലാതെ എനിക്കെതിരു പ്രവർത്തിച്ചാൽ ഫഖദ് അബാ, അവര് സ്വർഗം വേണ്ടാന്ന് വെച്ചവരാണ്. സുന്നത്തുകൾ ചെയ്തവർ സ്വർഗത്തിലേക്കാണ്. സുന്നത്തുകളെ അവഗണിച്ച് ഇഷ്ടം പോലെ ജീവിക്കുന്ന ആളുകൾ നരകത്തിലാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ നബി തങ്ങളുടെ ചര്യകളെ പാലിക്കണം, ജീവിതത്തിൽ നല്ല ചിട്ടയുള്ളവരാകണം. എന്റെ യുവാക്കളോട് പറയുന്നു, നമ്മൾ ദീനിന്റെ ചിട്ടയനുസരിച്ച് ജീവിക്കണം. അല്ലയോ കൂട്ടുകാരാ,
യുവാക്കളോട് നബി തങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. കാരണം എന്താണ്? യുവാക്കളെ കൊണ്ടാണ് ഇവിടെ ദീന് നിലനിന്നത്. യുവാക്കളാണ് ഇവിടെ ദീന് പ്രചരിപ്പിച്ചത്. പ്രായമുള്ള ഒരു ഉപ്പാപ്പ ഒരു നാട്ടിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്നാൽ അദ്ദേഹം രക്ഷപ്പെട്ടു എന്നല്ലാതെ കൂടുതൽ ആളുകളിലേക്ക് പ്രവർത്തിക്കാൻ അയാൾക്ക് കഴിയില്ല. ഒരു കുട്ടി ഇസ്ലാമിലേക്ക് വന്നാൽ കുട്ടിക്കും പരിമിതിയുണ്ട്. അതേ സമയത്ത് ഒരു യുവാവ് വന്നാൽ അയാൾക്ക് ഒരുപാട് ആളുകളിലേക്ക് പ്രവർത്തിക്കാൻ കഴിയും, ഒരുപാട് ആളുകൾക്ക് വെളിച്ചം കാണിച്ചു കൊടുക്കാൻ കഴിയും. അതുകൊണ്ട് യുവാക്കളോട് വലിയ ഇഷ്ടമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആദ്യകാലത്ത് ഇസ്ലാമിന്റെ എതിർചേരിയിലാണ്. ഉമർ റളിയല്ലാഹു അൻഹു ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നബിതങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതാണെങ്കിലും ഉമർ റളിയല്ലാഹു അൻഹു കരുത്തുള്ള ഒരു യുവാവാണ് എന്ന നിലക്ക് നബിതങ്ങൾക്ക് ഇഷ്ടമുണ്ടായിരുന്നു. നല്ലൊരു ചെറുപ്പക്കാരൻ, നല്ല കരുത്തുള്ള ഒരു യുവാവ്. പക്ഷെ എന്ത് ചെയ്യാനാണ്? അയാൾ നല്ല കാര്യം ചെയ്തെങ്കിൽ എത്ര നന്നായിരുന്നു. അപ്പൊ നബിതങ്ങൾ ദുആ ചെയ്ത്, പടച്ചോനെ, 2 ചുണക്കുട്ടന്മാരുടെ അപ്പുറത്ത് അതിന്ന് ഒന്നെങ്കിലും ഇങ്ങോട്ട് വന്നെങ്കിൽ അള്ളാഹുവിന്റെ ദീനിന് പ്രവർത്തിക്കായിരുന്നല്ലോ. അതാണ് നബിതങ്ങളുടെ ചിന്ത. ഒരു നല്ല യുവാവിനെ ഇവിടെ കിട്ടണം, അല്ലാതെ 2 ആളും മരിച്ചുപോട്ടെ എന്നല്ല തങ്ങൾ ദുആ ചെയ്തത്. നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഉമർ റളിയല്ലാഹു അൻഹുവും അബൂജഹലും ആദ്യകാലത്ത് ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തത് അവർ 2 പേരും വേഗം അങ്ങ് മരിച്ചുപോയെങ്കിൽ എന്നല്ല, ഒന്നെങ്കിലും ഇങ്ങോട്ട് ഹിദായത്തായി വന്നെങ്കിൽ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാമായിരുന്നു. ഭാഗ്യം കിട്ടിയത് ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവർക്കാണ്. വന്നു, എന്നിട്ട് നല്ല ചുണക്കുട്ടനായി പ്രവർത്തിച്ചു. നല്ല പ്രവർത്തനം. നിങ്ങൾ ആലോചിച്ചു നോക്ക്. അബൂ ഖുഹാഫ എന്നവർ ഇസ്ലാമിലേക്ക് വന്നു. കുറെ പിൽക്കാലത്താണ്. എന്നാൽ അവരുടെ മകനാണല്ലോ അബൂബക്കർ റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നതുകൊണ്ട് എത്രയോ വലിയ പ്രവർത്തനങ്ങൾ ചെയ്തു. ഒരു കരുത്തുള്ള യുവാവാണ്. അബൂ ഖുഹാഫ എന്നവർക്ക് അങ്ങനെ വലിയ സേവനം ചെയ്യാൻ അവസരമുണ്ടായില്ല. പക്ഷേ സ്വഹാബി എന്ന നിലക്ക് അവരെല്ലാം അള്ളാഹുവിന്റെ പ്രീതി ലഭിച്ചവരാണ്. അവ നല്ല യുവാക്കൾ വേണം. നമ്മുടെ യുവത്വം കള്ളിന്റെയും കഞ്ചാവിന്റെയും സോഷ്യൽ മീഡിയകളുടെയും സിനിമകളുടെയും അരുതായ്മകളുടെയും ലോകത്ത് നശിപ്പിക്കാനുള്ളതല്ല. നമ്മുടെ ആരോഗ്യവും നമ്മുടെ ഊർജവുമെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാനുള്ളതാണ്. എനിക്കെന്റെ പ്രിയമുള്ള ജനങ്ങളോട് പറയാനുള്ളത്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യകളെ ജീവിതത്തിൽ നന്നായി പകർത്തിയിട്ട് ഹബീബായ തങ്ങളോട് നല്ല മഹബത്ത് വെക്കണം. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരുണ്ട്, നിങ്ങളോടും പറയാനുള്ളത്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാ നിലയിലും ഇഷ്ടം വെച്ച് ഹബീബിന്റെ മുഹിബ്ബീങ്ങളാവണേ. സഹോദരിമാരുടെ ഭാഗത്ത് ചെറിയ സംഘാടകര് ബക്കറ്റും കൊണ്ടുവരുന്നുണ്ട്. എല്ലാവരും നല്ല സംഭാവന ഈ പരിപാടിക്ക് നൽകണം. സഹോദരങ്ങളും നല്ല സംഭാവന കൊടുക്കണം. ഈ പരിപാടിക്കൊക്കെ നല്ല ചെലവുണ്ടല്ലോ. അല്ലാഹു തആല സഹായിക്കുന്നവർക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങളെല്ലാവരും നല്ല അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ മഹബത്ത് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതെല്ലാം വിതരണം ചെയ്യുന്നത് നബിതങ്ങളാണ്. അത് ഇമാം ബുഖാരി സ്വഹീഹിൽ പഠിപ്പിച്ച കാര്യമാണ്. വല്ലാഹു ഹുവൽ മുഅ്തി വ അനൽ ഖാസിമു. അല്ലാഹു ആണ് നൽകുന്നവൻ, വിതരണം ചെയ്യുന്നത് ഞാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, നൽകുന്നത് അല്ലാഹു ആണ്, വിതരണം ചെയ്യുന്നത് ഞാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള മഹത്വമാണ്, സ്ഥാനമാണ്. സഹോദരന്മാരെ, എല്ലാവരും അവിടെ തന്നെ ഉസ്താദിനെ ബുദ്ധിമുട്ടാക്കരുത്. റാഹത്തായിട്ട് ഇങ്ങനെ പോരാൻ നിങ്ങൾ സൗകര്യം ചെയ്തു കൊടുത്താൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സദസ്സും ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാരൊക്കെ അവരുടെ പ്രായവും ക്ഷീണവും ഒക്കെ മറന്ന് നമുക്ക് ദുആ ചെയ്തു തരാനും നമ്മെ സന്തോഷിപ്പിക്കാനുമാണ് ഇത്തരം വേദികളിലേക്കൊക്കെ വരുന്നത്. അല്ലെങ്കിൽ അവർക്ക് അവരുടെ വീടുകളിൽ നിന്ന് വിശ്രമിച്ചാൽ തന്നെ മതിയല്ലോ. അപ്പൊ നമുക്കൊക്കെ ഈമാനിൽ ഒരു ആവേശം കിട്ടാനാണ്. അല്ലാഹു ഒരുപാട് കാലം മഹാന്മാരായ ഉസ്താദുമാരെയൊക്കെ നമുക്ക് ആഫിയത്തോടെ സിഹത്തോടെ നൽകുമാറാകട്ടെ. അപ്പോൾ
പ്രിയമുള്ളവരെ, അറിയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നല്ല മഹബത്ത് വേണം. ആ മഹബത്തിലൂടെയാണ് നമുക്ക് എല്ലായിടത്തും വിജയിക്കാനാവുക. കാരണം അല്ലാഹു നൽകുന്നതും വിതരണം ചെയ്യുന്നത് നബിതങ്ങളാണ്. അതിമാം ബുഖാരി തങ്ങൾ സഹീഹിൽ പറഞ്ഞതാണ്, നമ്മുടെ എല്ലാ വേദനയും ഹബീബായ തങ്ങളോട് പറയാം. കാരണം തങ്ങളാരാണ്? ഇലാ കാഫത്തിസ് സഖലൈൻ, മനുഷ്യഭൂതവർഗത്തിലേക്ക് മുഴുവനുമായി അവർക്ക് മുഴുവനും റഹ്മത്തായി നിയോഗിച്ചതാണ്. തങ്ങളോട് നമുക്ക് എല്ലാം പറയാം. തങ്ങളെ എനിക്ക് വേദനിക്കുന്നു എന്ന് പറയാം, തങ്ങളെ എനിക്ക് വിശക്കുന്നു എന്ന് പറയാം, തങ്ങളെ എനിക്ക് രോഗമുണ്ടെന്ന് പറയാം, തങ്ങളെ എനിക്ക് പ്രയാസമുണ്ടെന്ന് പറയാം. ഞാനൊരൊറ്റ ഉദാഹരണം പറഞ്ഞു നിർത്തുകയാണ്. പരിശുദ്ധമായ മദീന മുനവ്വറയിൽ 3 മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാര് വരികയാണ്. സാധാരണക്കാരായ 3 ആളുകൾ അല്ല, നല്ല ഹദീസിന്റെ പണ്ഡിതന്മാരായ 3 ആളുകൾ. ഒരാൾ ആരാണ്? ഇമാം ഹാഫിദ് തബറാനിയാണ്. ഹാഫിദ് എന്ന് പറഞ്ഞാൽ 1,00,000-ലേറെ ഹദീസ് മനഃപ്പാഠമാക്കിയവർക്കാണ് അക്കാലത്തെ ഹാഫിദ് എന്ന് പ്രയോഗിക്കുക. അങ്ങനെ 1,00,000-ൽ പരം ഹദീസ് മനഃപ്പാഠമാക്കിയ ഇമാം ഹാഫിദ് തബറാനി റളിയല്ലാഹു അൻഹു ഹദീസിന്റെ സമാഹാരങ്ങളായ വലിയ ഗ്രന്ഥങ്ങൾ എഴുതിയ മഹാനാണ്. അൽ മുഅ്ജമുൽ കബീർ എന്ന ഗ്രന്ഥം എഴുതിയ മഹാനാണ്. അൽ മുഅ്ജമുസ് സഗീർ എന്ന ഗ്രന്ഥം എഴുതിയ മഹാനാണ്. അൽ ഔസത്ത് എന്ന ഗ്രന്ഥം എഴുതിയ മഹാനാണ്. അങ്ങനെയുള്ള ഇമാമുന തബറാനി റളിയല്ലാഹു അൻഹു. അതുപോലെ അക്കാലത്ത് ജീവിച്ച ഹാഫിളുകളിൽപ്പെട്ട ഒരാളാണ് ഹാഫിദ് ഇബ്നുൽ മുഖ്രി റഹ്മത്തുള്ളാഹി അലൈഹി. വലിയ പണ്ഡിതനാണ്, വലിയ വിജ്ഞാനിയാണ്. മൂന്നാമതുള്ളതാരാണ്? ഹാഫിദ് അബു ശൈഖ് ഇസ്ബഹാനി. 3 പേരും വലിയ പണ്ഡിതന്മാരാണ്, മുഹദ്ദിസുകളാണ്. ഇവര് 3 പേരും മദീനയിൽ ചെന്നതാണ്. മദീനയിലേക്ക് ചെല്ലുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹളറത്തിൽ ചെല്ലുമ്പോൾ അവർക്ക് നല്ല വിശപ്പുണ്ട്, കഴിക്കാൻ ഭക്ഷണമില്ല. ഒരു ദിവസം നോമ്പാക്കി, നോമ്പ് തുറന്നിട്ടും കഴിക്കാനൊന്നുമില്ല. പിന്നെയും അവരെ പട്ടിണിയാണ്, വലിയ വിശപ്പിലാണ്. ഉടനെ ഹാഫിദ് ഇബ്നുൽ മുഖ്രി റഹ്മത്തുള്ളാഹി അലൈഹി, 3 പേരും വലിയ ഹദീസ് പണ്ഡിതന്മാരാണ്. ഞാനത് ആവർത്തിച്ചു പറയുന്നത് ഇത് കേവലം ഒരു കഥയാണെന്ന് പറഞ്ഞാലും തള്ളണ്ട. വലിയ മഹാന്മാരുടെ ജീവിതമാണ്. ഇവര് 3 പേരും മദീനത്ത് നിന്ന് വിശക്കുമ്പോ ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നുൽ മുഖ്രി തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹളറത്തിലേക്ക് ചെല്ലുകയാണ്. ഹിജ്റ 281 ജനിച്ച് ഹിജ്റ 285 ജനിച്ച് 381 വഫാത്തായ മഹാനാണ് ഹാഫിദ് ഇബ്നുൽ മുഖ്രി. മഹാനവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട ഖബറു ശരീഫിന്റെ അടുക്കൽ ചെന്ന് നിന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ് അൽ ജൂ', തങ്ങളെ വിശക്കുന്നു, തങ്ങളെ വിശക്കുന്നു. യാ റസൂലല്ലാഹ് അൽ ജൂ', ഹബീബായ തങ്ങളെ വിശക്കുന്നുണ്ട്, ഭക്ഷണം വേണം. അത് കഴിഞ്ഞിട്ട് മഹാനവറുകൾ ഇങ്ങനെ നിൽക്കുകയാണ്. ഹാഫിദ് തബറാനി തങ്ങൾ വലിയ ക്ഷമയുള്ള ആളാണ്. അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇബ്നുൽ മുഖ്രി തങ്ങളും അബൂ ശൈഖ് ഇസ്ബഹാനിയും അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം തബറാനി പറഞ്ഞു, ഒന്നുകിൽ നമുക്ക് ഭക്ഷണം കിട്ടും, അല്ലെങ്കിൽ ഈ നല്ല സ്ഥലത്ത് വെച്ച് നമ്മൾ മരണപ്പെട്ടെന്ന് വരും. ഏതായാലും നിങ്ങൾ സമാധാനിക്കുവിൻ. അല്പസമയം കഴിയുമ്പോൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട ഒരാൾ അതാ അവരെ വന്ന് വിളിക്കുകയാണ്. കൂടെ 2 കൊച്ചുമക്കളുണ്ട്.
ആ മക്കളുടെ രണ്ടുപേരുടെയും കയ്യിൽ ഭക്ഷണപാത്രങ്ങളുണ്ട്. ഭക്ഷണം ഒരുക്കി കയ്യിൽ വെച്ചുകൊണ്ട് രണ്ട് മക്കളെയും കൂട്ടിയിട്ട് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട ഒരാൾ വന്നുകൊണ്ട് ചോദിക്കുന്നു, അല്ല സഹോദരങ്ങളെ, നിങ്ങൾ എന്നെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പരാതി പറഞ്ഞിട്ടുണ്ടോ? മോനെ ബ്രേക്ക്ഫാസ്റ്റിന് ഫ്രൂട്ട്. ഉടനെ അതാ മദീനത്തുള്ള ആളുകൾ ഭക്ഷണം കൊണ്ടുവന്ന് കൊടുക്കുന്നു. കൊണ്ടുവന്ന ആള് ചോദിക്കുകയാണ്, എന്നെ കുറിച്ച് നബി തങ്ങളോട് നിങ്ങൾ പരാതി പറഞ്ഞുവോ? ഇല്ല, ഞങ്ങളുടെ വിശപ്പ് ഞങ്ങളുടെ ഹബീബായ തങ്ങളോട് പറഞ്ഞു. അപ്പോൾ വന്നയാൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് പ്രകാരമാണ് ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം കൊണ്ട് തരുന്നത്. 2-ാം നൂറ്റാണ്ടിന്റെ അവസാനം 3-ാം നൂറ്റാണ്ടിന്റെ ആദ്യം ജീവിച്ചിരുന്ന മഹാന്മാരല്ലേ ഇവർ. ആ മഹാന്മാരുടെ അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇവര് 3 പേരും വലിയ മുഹദ്ദിസുകളാണ്, ചില്ലറ മുഹദ്ദിസുകളല്ല, ലക്ഷക്കണക്കിന് ഹദീസ് അറിയുന്നവരാണ്. അവരുടെ ജീവിതത്തിൽ കിട്ടിയ അനുഭവമാണ്. മാത്രമല്ല, ഇത് രേഖപ്പെടുത്തിയ മഹാന്മാർ ഇവരുടെ ബഹുമാനം പറയാനാണ് ഈ സംഭവം എഴുതിയിട്ടുള്ളത്, അല്ലാതെ അവര് ശിർക്ക് ചെയ്തു എന്ന് പറയാനല്ല. ഹാഫിദു തബറാനി തങ്ങളുടെ മൗലിദ് മഹത്വം, മനാഖിബ്, ശ്രേഷ്ഠത പറയുന്ന കൂട്ടത്തിലാണ് ഇത് പറയുന്നത്, അല്ലാതെ അവര് തെറ്റിപ്പോയി എന്ന് പറയാനല്ല. ഇങ്ങനെ ഒരുപാട് ആളുകളുടെ സംഭവം അറിയുമോ സഹോദരന്മാരെ? ഹാഫിദു ദഹബിയുടെ സിയറു അഅ്ലാമിൻ നുബലയിൽ മാത്രം ഇതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് ഹാഫിദു ദഹബിയുടെ സിയറു അഅ്ലാമിൻ നുബല എന്ന ലോകപ്രസിദ്ധ സംഭവത്തിൽ ഗ്രന്ഥത്തിൽ ഏതൊക്കെ കാര്യങ്ങളാണ് ബറക്കത്തിനെ കുറിച്ച് പറഞ്ഞത് എന്ന് പ്രത്യേകം എടുത്തെഴുതിയ ഒരു ഗ്രന്ഥം വേറെയുണ്ട്. അങ്ങനെയെല്ലാം മഹാന്മാര് ഹബീബായ തങ്ങളോട് ഇഷ്ടം വെച്ച് എല്ലാം ചോദിച്ചു വാങ്ങിയിട്ടുണ്ട്. എന്നോടും നിങ്ങളോടും പറയാനുള്ളത്, ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നന്നായി മഹബ്ബത്ത് വെച്ച് നബി തങ്ങളുടെ മഹത്വം മനസ്സിൽ ആക്കി അല്ലാഹുവിന്റെ അടുക്കൽ അടുക്കാനുള്ള ഏറ്റവും വലിയ വഴി ഹബീബായ തങ്ങളെ സ്നേഹിക്കലാണ്, അവിടുത്തെ മദ്ഹ് ചൊല്ലലാണ്, അവിടുത്തെ പ്രകീർത്തനം പറയലാണ്, ഒരുപാട് സ്വലാത്ത് ചൊല്ലലാണ്. ഇന്ന് ഇസ്ലാമിന്റെ പേരിൽ തന്നെ ചില ആളുകൾ മൗലിദ് വേണ്ട എന്ന് പറയുന്നവരുണ്ടാകാം, സ്വലാത്ത് ഹൽഖ എന്തിനാണെന്ന് ചോദിക്കുന്നവരുണ്ടാകാം. അതിലൊന്നും പെട്ടുപോകാതെ ഇമാമിയങ്ങൾ ജീവിച്ച ഒരു മാർഗം, സ്വഹാബത്ത് ജീവിച്ച മാർഗം, താബിഈങ്ങൾ ജീവിച്ച മാർഗം, ഇമാമിയങ്ങൾ കാണിച്ചു തന്ന മാർഗം, ആ മാർഗത്തിലൂടെ വേണേ നമ്മൾ മുന്നോട്ട് പോകാൻ. സദസ്സിലുള്ള എല്ലാവരും എഴുന്നേറ്റൊരു 2 മിനിറ്റ് നിന്നാൽ നമുക്കൊരു 3-4 സ്വലാത്ത് ചൊല്ലിയിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യാമല്ലോ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സമയം ഏറെയായതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല. മഗ്രിബ് കഴിഞ്ഞിട്ട് വരാനാണ് തങ്ങൾ ആദ്യം എന്നെ ക്ഷണിച്ചത്. മഗ്രിബ് കഴിഞ്ഞിട്ട് വരാനാണ് തങ്ങൾ ആദ്യം എന്നെ ബുക്ക് ചെയ്തത്. പക്ഷേ സാങ്കേതികമായ ചില കാരണം കൊണ്ട് മഗ്രിബ് കഴിഞ്ഞ് തുടരാൻ പറ്റാത്തത് കൊണ്ടാണ് നേരത്തെ വന്നത്. നിങ്ങളെല്ലാവരും ക്ഷമിക്കണം. ഉമ്മമാരൊക്കെ നല്ല സംഭാവന കൊടുക്കണം. അല്ലാഹു തആല നമ്മുടെ എല്ലാ മജ്ലിസും കബൂലാക്കുമാറാകട്ടെ. എല്ലാവരും 2 മിനിറ്റ് ഇങ്ങോട്ടൊന്ന് അടുത്ത് നിന്നാൽ ഒരു ഉപകാരമായിരുന്നല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും മജ്ലിസ്, ചെറിയ മക്കൾ അവിടെ നിന്നാൽ മതിയാവും, അല്ലെങ്കിൽ വയറും കമ്പ്യൂട്ടറൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടായി പോകും. വലിയവരിങ്ങ് മുന്നോട്ട് നിന്നാൽ അർഹമുർറാഹിമായ റബ്ബ് നമ്മുടെ എല്ലാവരുടെയും മജ്ലിസ് കബൂലാക്കുമാറാകട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവസാനം അവിടുത്തെ ചിരിക്കുന്ന മുഖം കണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനേ. അർഹമുർറാഹിമായ റബ്ബേ, ഞങ്ങളെ മുഴുവനും നീ സ്വീകരിക്കണേ റഹ്മാനേ, നീ ഇജാബത്ത് നൽകണേ റഹ്മാനേ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഒരു 3-4 സ്വലാത്ത് ചെല്ലുമ്പോഴേക്ക് ഉസ്താദ് അവറുകൾ ഇവിടെ ഉണ്ടല്ലോ, നിങ്ങൾക്കെല്ലാം ഒന്ന് മുസാഫ
ഉണ്ടാവില്ലായിരിക്കും എന്ന് വിചാരിക്കാം. ഇങ്ങോട്ടൊന്ന് സൗകര്യം ചെയ്തു കൊടുത്താൽ ഇൻഷാ അല്ലാഹ് ഉസ്താദ് അവരുടെ കയ്യിൽ നിങ്ങളെ നല്ല സംഭാവന കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആരാ ഒരാളൊരു 1000 റുപ്യ കൊണ്ടൊന്ന് തുടങ്ങി കൊടുക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിഅമത്തും ബർക്കത്തും ഒക്കെ ചെയ്യുമാറാകട്ടെ. ആദ്യം ഒരാൾ 1000-500 റുപ്യ കൊണ്ടൊന്ന് ഉസ്താദിനടുത്ത് തുടങ്ങി കൊടുക്കാൻ പറ്റുന്ന ഒരാൾ മുന്നോട്ട് വരിക ഇൻഷാ അല്ലാഹ്. പിന്നെ ബാക്കിയുള്ളവരൊക്കെ കൊടുത്തോളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അല്ലാഹു എല്ലാവർക്കും ഖൈറും റാഹത്തും നൽകുമാറാകട്ടെ. ആരെങ്കിലും ഒരാൾ ഒന്ന് തുടങ്ങി കൊടുത്തേ. സ്വലാത്ത് ചെല്ലുമ്പോൾ എല്ലാവരും സംഭാവന കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും മജ്ലിസുകൾ ഇജാബത്തുള്ള മജ്ലിസാക്കുമാറാകട്ടെ. ഉസ്താദ് അവர்கள் തന്നെ അല്പം വാചകങ്ങൾ നമുക്ക് ദുആ ചെയ്തു തരും. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. എല്ലാവരും ഒന്ന് മുസാഫഹത്ത് ചെയ്യാം ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഒന്ന് മുസാഫഹത്ത്, നിങ്ങളെ കൊണ്ട് കഴിയുന്ന നല്ല സംഭാവനകൾ നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി നൽകുക. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. ആരും ഉസ്താദിന്റെ കൈ പിടിച്ച് ബുദ്ധിമുട്ടാക്കരുത്. അല്ലാഹു തആല ആഫിയത്തും സിഹത്തും കൊടുക്കുമാറാകട്ടെ. നല്ല സംഭാവനകൾ നമ്മുടെ ഈ പരിപാടിക്ക് കൊടുക്കുകയും വേണം ഇൻഷാ അല്ലാഹ്. മുസാഫഹത്ത് കഴിഞ്ഞാൽ ഉടനെ ഉസ്താദ് അവരുടെ അല്പം വാചകങ്ങളിൽ സമയം വളരെ മഗ്‌രിബിനോട് അടുത്തതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്തു തരികയും ചെയ്യും. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. അല്ലാഹു തആല നമ്മുടെ ഈ നാട്ടിൽ വിശ്രമിക്കുന്ന മുഴുവൻ സാദാത്തുക്കളുടെയും, ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ഉമർ അൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങളുപ്പാപ്പയെ സിയാറത്ത് ചെയ്തിട്ടാണ് വന്നത്. ഞങ്ങളുടെ വീട്ടിൽ ഒരു രക്ഷിതാവിനെ പോലെ ആയിരുന്നു. ഞങ്ങളുടെ സ്ഥാപനത്തിനും അങ്ങ് കൊല്ലത്ത് നടക്കുന്ന ആ സ്വലാത്തിന്റെ മജ്ലിസിൽ എല്ലാ മാസവും നേതൃത്വം കൊടുക്കാൻ വന്നുകൊണ്ടിരുന്നവരും, തങ്ങളുപ്പാപ്പ വരുന്ന സമയത്ത് 100 കണക്കിന് ആളുകൾ അവിടെ ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ ഒക്കെ ക്യൂ ആയി നിന്ന് അല്ലാഹു തആല ഒരുപാട് ആളുകൾക്ക് തങ്ങളുപ്പാപ്പയുടെ ചികിത്സയിലൂടെ അഥവാ അവിടുന്ന് വെള്ളം മന്ത്രിച്ചു കൊടുത്ത്, അവിടുന്ന് മന്ത്രിച്ചു കൊടുത്ത് അല്ലാഹു അതുവഴിയായി ശിഫാ നൽകിയ അനുഭവങ്ങൾ നമ്മുടെ സ്ഥാപനത്തിന് തന്നെ ഉണ്ട്. അല്ലാഹു തആല അതുപോലുള്ള വലിയ മഹാന്മാർ വിശ്രമിക്കുന്ന നാടാണ്. അവരുടെ ഒക്കെ പൊരുത്തവും മഹത്വവും നമുക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ഇവിടെയും വിശ്രമിക്കുന്ന സാദാത്തുക്കൾ, നമുക്കിവിടെ നേതൃത്വം നൽകുന്ന സയ്യിദ് അവറുകളുടെ പിതാവ്, അല്ലാഹു അവരുടെ എല്ലാ പൊരുത്തം നമുക്ക് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഉസ്താദിന്റെ ദുആയോടുകൂടി പിരിയും. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുർറഹീമീനായ സയ്യിദായ സമദായ രാജതമ്പുരാനെ, നിന്റെ മഹദായ ഫضല് കൊണ്ട് ഞങ്ങളെ മജ്ലിസിനെ ഖബൂൽ ചെയ്യണം അല്ലാഹ്. നീ അംഗീകരിച്ചു തരണം അല്ലാഹ്.
ബഹുമാനമുള്ള ഈ വഅദ് എല്ലാവർക്കും ഉപകരിക്കുന്ന നിലക്ക് നീ ആക്കി തീർക്കണമല്ല. എപ്പോഴും നല്ല നിലക്ക് നല്ല ആരോഗ്യത്തോടു കൂടി നല്ല ഹിമ്മത്ത് നീ കൊടുക്കണമല്ല. അതുപോലെ നല്ല നല്ല വഅദുകൾ പല നാടുകളിലും നീ അത് എത്തിച്ചു കൊടുക്കണമല്ല. അർഹമുർറാഹിമീനായ സയ്യിദായ സമദായ രാജ തമ്പുരാനെ, നിന്റെ ഹബീബായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജാഹ് ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നിന്റെ ഹബീബായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്ത് നീ ഞങ്ങൾക്ക് ഏറ്റി തരണമല്ല. ഞങ്ങൾക്ക് വേണ്ടതുപോലെ മഹബത്ത് വെക്കാൻ അറിയുന്നില്ല റഹ്മാനെ. ഞങ്ങളെ ബാസിനെടുക്ക് ഒരു 2 റക്അത്ത് നിസ്കാരം പോലും നല്ല പോലെ നിസ്കരിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല അല്ലാ. നീ ഞങ്ങളെ സർവ്വദോഷങ്ങളും പൊറുക്കണമല്ല. സർവ്വ രോഗങ്ങളെ നീ ശിഫയാക്കി തരണമല്ല. സർവ്വ ബേജാറുകളും വിഷമങ്ങളും നീ നീക്കിത്തരണമല്ല. ഏത് ഭാഗത്ത് നീ എന്ത് ഷർറ് വരുന്നുണ്ടെങ്കിൽ നീ തടുത്തു നിർത്തണമല്ല. പലതരത്തിൻ്റെ സാഹചര്യങ്ങളും കണ്ണന്മാരും കേടന്മാരും പലതരത്തിലുള്ളവർ നിന്റെ ദുനിയാവിലുണ്ട് റഹ്മാനെ. അങ്ങനെയുള്ള ആൾക്കാരെ ഒരൊറ്റ ഷർറും നീ ഞങ്ങളെക്കൊണ്ട് എത്തിക്കല്ല റഹ്മാനെ. നിന്റെ മഹദായ ഫضل കൊണ്ട് ഞങ്ങൾക്ക് മരിക്കുവാനായിട്ട് നല്ല ഒരു നാൾ, നിനക്ക് പൊരുത്തമുള്ളതാ ഒരു നാൾ, ഞങ്ങൾക്ക് ഖൈറായതാ ഒരു നാൾ നീ കണ്ടുവെക്കണം റഹ്മാനെ. നീ ഞങ്ങൾക്കത് നിശ്ചയിച്ചു വെക്കണം റഹ്മാനെ. ആ നാളിന് മുമ്പ് നിന്റെ ഹബീബായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ പൊഞ്ചിരിച്ച് സംസാരിക്കുവാൻ നീ വിധി കൂട്ടിത്തരണമല്ല. ആ സംസാരം നീ ഞങ്ങൾക്ക് കേൾപ്പിക്കണമല്ല. ഞങ്ങളെ ഈമാനോട് കൂടി നീ സലാമത്തിലാക്കി തരണമല്ല. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. وصلى الله على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله.